ഓണനാളുകൾ എത്തിയതോടെ പച്ചക്കറി വിപണിയും സജീവമായി തുടങ്ങി. ആവശ്യത്തിന് പച്ചക്കറിയും സാധനങ്ങളും ലഭിക്കുന്നതിൽ വില വർധനയും ഇല്ല. തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിൽ നിന്നുമാണ് കേരളത്തിലെ ഓണസദ്യയ്ക്ക് പച്ചക്കറി എത്തുന്നത്. ഒരു മാസം മുമ്പ് ഇഞ്ചിക്കും സവാളയ്ക്കുമൊക്കെ വില കൂടിയിരുന്നു. കർണാടകത്തിൽ നിന്നും ഇഞ്ചി എത്താൻ തുടങ്ങിയതോടെ വില കുറഞ്ഞു. ചെറിയ ഉള്ളിക്ക് മാത്രമാണ് വിപണിയിൽ വില വർധന ഉള്ളത്. വില ഇപ്പോൾ കുറച്ച് കുറവാണ്. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത്തിരി കൂടും വില. കാരണം വെച്ചാൽ അങ്ങനെയാണത്. എന്നാലും കാര്യമായിട്ട് കൂടില്ല, ഒരുമാതിരി മിതമായിട്ടൊക്കെ കൂടുള്ളൂ. ഇപ്പോൾ ഏകദേശം പച്ചക്കറിക്ക് വലിയ രീതിയിലുള്ള വില വർധന വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോടുകൂടി വില വർധന വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവേ കച്ചവടം ഭയങ്കര മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഓൺലൈൻ ബിസിനസ് വന്നതോടുകൂടി എറണാകുളം മാർക്കറ്റിലുള്ള കച്ചവടക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട്. തക്കാളി മുതൽ വെള്ളരി വരെ കേരളത്തിലെ കൃഷിയിടങ്ങളിൽ വിളവെടുക്കാൻ തുടങ്ങിയതോടെ വില കുറഞ്ഞു തുടങ്ങിയെന്നാണ് കർഷകർ പറയുന്നത്. ഇനി സർക്കാർ വക ഓണച്ചന്തകൾ കൂടി പ്രവർത്തനം തുടങ്ങുന്നതോടെ വീണ്ടും വില കുറയാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. കേരളത്തിലെ വകയാർ, വയനാട് എന്നിവിടങ്ങളിൽ നേന്ത്രക്കായ് വിളവെടുക്കാൻ തുടങ്ങിയതോടെ നേന്ത്രക്കായ് വിപണിയിലും വില വലുതായി വർദ്ധിച്ചിട്ടില്ല. ഓണം ആകുന്നതോടെ നേരിയ തോതിലുള്ള വിലവർധനയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.